അപ്പോൾ ആചാരപ്രകാരം അതിനുശേഷം മാത്രമേ ഇവിടെ എടുക്കാവൂ എന്ന് ഇവിടെ എടുക്കുവാനെത്തിയ എല്ലാ സുഹൃത്തുക്കളോടും സമൂഹമായി അറിയിക്കുകയാണ്. അതിമനോഹരമായ രീതിയിൽ ഈ കെട്ടിക്കാഴ്ച എടുക്കുന്നില്ല ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നത് പരേതയായ കണ്ണമ്മ പഠിക്കുന്ന ഉത്സവത്തിന് വിനീതമായി അറിയിക്കുകയാണ്. ചെറിയ കുതിരയെ വലിയ നിർബന്ധമായും ബാഡ്ജ് ധരിച്ച ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. വനങ്ങൾ നിർബന്ധമായും ബാഡ്ജ് ധരിച്ച ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. കുതിര ദയവ് ചെയ്ത് വലത് ഭാഗത്തോട്ട് മാറ്റി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കുതിര വലത് ഭാഗത്തോട്ട് തിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. കുതിരയുടെ വടങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ദയവ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുതിര എടുക്കുമ്പോൾ തോളിൽ വെച്ച് കൊണ്ട് മാത്രമേ ഉലയ്ക്കാവൂ എന്ന് കുതിര എടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഉത്സവത്തിന്റെ വിനീതമായി അറിയിക്കുകയാണ്. കുതിര ദയവ് ചെയ്ത് ചെറിയ കുതിര സാവധാനം മാത്രമേ മുന്നോട്ട് പോകാവൂ. ദയവ് ചെയ്ത് വലിയ കുതിര കുറച്ചുകൂടി മുന്നോട്ട് പോയതിനു ശേഷം ചെറിയ കുതിര മുന്നോട്ട് പോകട്ടെ. ആ കുതിര തോളിൽ വെച്ച് അരയ്ക്കേണ്ടതാണ്. വലിയ കുതിര തോളിൽ വെച്ച് അരയ്ക്കേണ്ടതാണ്. വലിയ കുതിരയുടെ പിൻഭാഗത്തെ വടകൾ കൈകാര്യം ചെയ്യുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. കുതിര അവിടെ ഇറങ്ങി വരികയാണ്. ദയവ് ചെയ്ത് കുതിരയുടെ പടിഞ്ഞാറ് വശത്തുള്ള വടകൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുതിര ഇറങ്ങി വരികയാണ്. ദയവ് ചെയ്ത് വടകൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ വരെ കിണറുണ്ട്. ദയവ് ചെയ്ത് ആ ഭാഗം നോക്കി വേണം മുന്നോട്ട് പോകാൻ. അവിടെ ഒരു കിണറുണ്ട്. ദയവ് ചെയ്ത് കുതിര സാവധാനം പുറവശത്തെ വടകൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് കുതിരയുടെ വലത് ഭാഗത്തെ വടകൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുതിര ഇറങ്ങി വരികയാണ്. വലത് ഭാഗത്തെ വടകൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ചുകൂടി വടകൾ ശക്തമായി പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. ആ ആലിന്റെ കമ്പിൽ തട്ടുന്നുണ്ട്. ദയവ് ചെയ്ത് കുതിര പൂർണ്ണമായും വലത് ഭാഗത്തോട്ട് തിരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കുതിര പൂർണ്ണമായും വലത് ഭാഗത്തോട്ട് തിരിച്ച് തോളിൽ വെച്ചുകൊണ്ട് മാത്രമേ ഉലയ്ക്കാവൂ എന്ന് കുതിര എടുക്കുവാനെത്തിയ എല്ലാ സുഹൃത്തുക്കളോടും ഉത്സവ കമ്മിറ്റി വിനീതമായി അറിയിക്കുകയാണ്. കുതിര ഇറങ്ങി വരികയാണ്. തോളിൽ വെച്ചുകൊണ്ട് മാത്രമേ ഉലയ്ക്കാവൂ എന്ന് കുതിര എടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഉത്സവ കമ്മിറ്റി വിനീതമായി അറിയിക്കുകയാണ്. കുതിര തോളിൽ വെച്ചുകൊണ്ട് മാത്രമേ ഉലയ്ക്കാവൂ എന്ന് കുതിര എടുക്കുവാനെത്തിയ എല്ലാ സുഹൃത്തുക്കളോടും ഉത്സവ കമ്മിറ്റി വിനീതമായി അറിയിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി കുതിര മുന്നോട്ട് നീങ്ങുകയാണ്. കുതിരയുടെ വടങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വളരെ മനോഹരമായ രീതിയിൽ കുതിര ഉലയ്ക്കുകയാണ്. ദയവ് ചെയ്ത് തോളിൽ വെച്ചുകൊണ്ട് മാത്രമേ ഉലയ്ക്കാവൂ എന്ന് കുതിര എടുക്കുവാനെത്തിയ എല്ലാ സുഹൃത്തുക്കളോടും ഉത്സവ കമ്മിറ്റി വിനീതമായി അറിയിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി കുതിര മുന്നോട്ട് നീങ്ങുകയാണ്. കുതിരയുടെ വലത് ഭാഗത്തെ വടങ്ങൾ കൈകാര്യം ചെയ്ത് തോളിൽ വെച്ചുകൊണ്ട് മാത്രം ഒലിച്ചതിന് ശേഷമേ മുന്നോട്ട് പോകാവൂ. ദയവ് ചെയ്ത് ചെറിയ കുതിര തോളിൽ വെച്ചുകൊണ്ട് മാത്രമേ ഉലയ്ക്കാവൂ എന്ന് കുതിര എടുക്കുന്ന എല്ലാ കുട്ടികളോടും വിനീതമായി അറിയിക്കുക. അതോടൊപ്പം കുതിരയുടെ ചെറിയ കുതിരയുടെ വടങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. വലിയ കുതിരയുടെ വലത് ഭാഗത്തെ വടങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. കുതിരയുടെ വലത് ഭാഗത്തെ വടങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. ചെറിയ കുതിര ദയവ് ചെയ്ത് സാവധാനം മാത്രം മുന്നോട്ട് പോകുക. ചെറിയ കുതിര ആകുമ്പോൾ നിർത്തുക. വലത് പോയതിനു ശേഷം മാത്രമേ ചെറിയ കുതിര മുന്നോട്ട് പോകുകയാവൂ. ദയവ് ചെയ്ത് ചെറിയ കുതിര മുന്നോട്ട് നീങ്ങരുത്. അവിടെ നിൽക്കുക. ചെറിയ കുതിര ദയവ് ചെയ്ത് സാവധാനം മാത്രമേ മുന്നോട്ട് പോകാവൂ.
കുതിര പൂർണ്ണമായും വലത് ഭാഗത്തോട്ട് തിരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആ ഭാഗത്ത് ചെറിയ കിളറുണ്ട്. മുട്ടപ്പുറത്തെയും കണ്ണമ്പയിലെ ചാലയിലെയും ചെറുകുന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും ഉത്സവ കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം ചെറിയ കുതിര ആ ചെറിയ തന്നെ ഇറക്കേണ്ടതാണ്. കുതിരയുടെ